ഹായ് ഓൾ, ഗുഡ് മോർണിംഗ് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് നോക്കിയിട്ടുണ്ടായിരുന്നു. There are three types of leverages: financial, operating and composite leverage. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. It measures the extent to which fixed cost is used in operating the firm. If the fixed costs are more compared to variable costs, the operating leverage will be high. Operating leverage measures the changes in operating profit to changes in sale. ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷന് അവൈലബിൾ ആയിട്ടുള്ള ഫിനാൻസ് അല്ലെങ്കിൽ ഓർഗനൈസേഷന് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട്സ് അതെങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ ഏർണിങ്സ് പെർ ഷെയർ. ആ ഒരു അവൈലബിൾ ഫണ്ട്സ് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് ചേഞ്ചസ് കൊണ്ടുവരുന്നത്, ആ ചേഞ്ചസ് എങ്ങനെയാണ് ഏർണിങ്സ് പെർ ഷെയറിൽ മാറ്റം കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജ് നമ്മൾ നോക്കിയത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് ഫിക്സഡ് കോസ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ടു ദ ചേഞ്ചസ് ഇൻ സെയിൽ. കോസ്റ്റ് നമുക്കറിയാം, രണ്ട് തരത്തിലുള്ള കോസ്റ്റാണ് വരുന്നത്: ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ ഫിക്സഡ് കോസ്റ്റിനെ എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷൻ യൂട്ടിലൈസ് ചെയ്യുന്നത് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ചേഞ്ച് ദ സെയിൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ വിച്ച് ഇൻ ടേൺ അഫക്ട്സ് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഏൺ ബൈ ദി ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ എബിലിറ്റി, ഒരു ഫേം ബിസിനസ് ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഇൻ ഓർഡർ ടു ചേഞ്ച് ഓർ ഇൻ ഓർഡർ ടു യൂട്ടിലൈസ് ദി ഫിക്സഡ് കോസ്റ്റ് എഫിഷ്യൻ്റ്ലി സോ ദാറ്റ് അവരുടെ ആ സെയിൽസിൽ അത് എഫക്റ്റ് ചെയ്യുന്നു. സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് ഇൻ ടേൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓർഗനൈസേഷനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നു. ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്: പ്രോഫിറ്റ് പ്ലാനിങ്, ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്, റിസ്ക് അനാലിസിസ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഓപ്പറേറ്റിംഗ് ലിവറേജിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റിൻ്റെ അനാലിസിസ് ആണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ മാസം ഒരു വീട്ടിൽ എത്രയാണ് നമുക്ക് വരാൻ പോകുന്ന എക്സ്പെൻസ് നമ്മളൊന്ന് കണക്ക് കൂട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ മാസം നമ്മൾ സേവിങ്സ് ഇത്ര രൂപ നമുക്ക് സേവിങ്സ് ആയിട്ട് കീപ്പ് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അപ്പോൾ അത് സേവിങ്സ് അങ്ങനെ കീപ്പ് ചെയ്യാൻ വേണ്ടി, എക്സ്പെൻസ് മാറ്റി വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സേവിങ്സ് അനുസരിച്ച് നമ്മുടെ എക്സ്പെൻസിന് അക്കൗണ്ടബിലിറ്റി കൊടുക്കണം. എത്ര എക്സ്പെൻസ് വരുമെന്ന് നമുക്ക് വേണമെങ്കിൽ ഒരുവിധം ടു ആൻ എക്സ്റ്റെൻറ്റ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ നമ്മൾ റെൻറ്റഡ് ഹൗസിലാണ് താമസിക്കുന്നതെങ്കിൽ മാസം ഇത്ര രൂപ റെൻ്റാണ് നമുക്ക് ഫിക്സഡ് കോസ്റ്റ് നമുക്കറിയാം. ഇത്ര രൂപ റെൻറ്റിന് മാത്രമായിട്ട് നമുക്ക് എന്തായാലും ചിലവാകുമെന്ന് നമുക്കറിയാം. അടുത്ത വേണമെങ്കിൽ നമ്മൾ എല്ലാ മാസവും സ്റ്റേഷനറി വാങ്ങിക്കുമ്പോൾ അരി ഇത്ര കിലോ ആണ് നമ്മൾ എല്ലാ മാസവും നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും നമ്മളൊരു 20 കിലോ അരിയാണ് വാങ്ങിക്കുന്നതെങ്കിൽ അത് ഫിക്സഡ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം. എല്ലാ മാസവും ജൂലൈ 20 kg റൈസ് എന്തായാലും നമ്മൾ വാങ്ങിക്കണം. ഓഗസ്റ്റ് അവിടെയും 20 kg വേണം. അപ്പോൾ ഈ പറഞ്ഞ റെൻറ്റും ഈ പറഞ്ഞ സ്റ്റേഷനറിയുടെ കോസ്റ്റും നമുക്കത് ഫിക്സഡ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ മുൻകൂട്ടി നമുക്ക് എത്ര എക്സ്പെൻസ് വരാൻ പോകുന്നു, അതനുസരിച്ച് എത്ര സേവിങ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നിവയ്ക്കുള്ളൊരു പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. അടുത്താണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഓപ്പറേറ്റിംഗ് ലെവറേജ് അല്ലെങ്കിൽ OL ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. കോൺട്രിബ്യൂഷൻ C ഡിവൈഡഡ് ബൈ EBIT. EBIT എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന് വരുന്ന സെയിൽസ് എത്രയാണ് അല്ലെങ്കിൽ ടേൺ ഓവർ എത്രയാണ്, ടേൺ ഓവർ മൈനസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് വരാൻ പോകുന്ന സെയിൽസ് എത്രയാണ് അല്ലെങ്കിൽ ടേൺ ഓവർ എത്രയാണ്, അതനുസരിച്ച് നമുക്ക് ഇൻകർ ചെയ്യാൻ പോകുന്ന കോസ്റ്റ്, അതിനാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിലോ ഇറ്റ് വിൽ റിമെയിൻ ഫിക്സഡ് ഫോർ ദ ഹോൾ ഫിനാൻഷ്യൽ ഇയർ. ഇപ്പോൾ വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് വേജസ് വേരിയബിൾ കോസ്റ്റാണ്. അതായത് ഒരു ദിവസം നമ്മൾ എത്ര പണിക്കാരെ വിളിക്കുന്നു അതനുസരിച്ച് നമ്മൾ കൂലി കൊടുത്താൽ മതി, വേജ് കൊടുത്താൽ മതി. അപ്പോൾ ഇറ്റ് ക്യാൻ ചേഞ്ച് ഫ്രം എ ഡേ ടു അനദർ ഡേ. അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്, റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നത്, നമ്മൾ എത്ര സെയിൽസാണ് ഒരു ദിവസം നമ്മൾ എത്ര സെയിൽസ് അല്ലെങ്കിൽ എത്ര പ്രൊഡക്റ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്തത്, അതനുസരിച്ച് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ വേജസ് അല്ലെങ്കിൽ കമ്മീഷൻ ഈ പറയുന്നതൊക്കെ നമുക്ക് വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിളാണ്. വേരിയബിൾ കോസ്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സെയിൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഫിക്സഡ് കോസ്റ്റ് നേരെ മറിച്ചാണ്, ഇറ്റ് വിൽ ബി ഫിക്സഡ് ഫോർ ദ ഹോൾ ഫിനാൻഷ്യൽ ഇയർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാലറീസ്, ഡിപ്രിസിയേഷൻ ഓഫ് എൻ മെഷീനറി. ഡിപ്രിസിയേഷൻ നമുക്കറിയാം
സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫോർ ദ ഹോൾ ഇയർ ആ ഡിപ്രിസിയേഷൻ സെയിം ടു സെയിം ആയിരിക്കുള്ളൂ. സാലറീസ് നമ്മൾ സാലറി കൊടുക്കുകയാണെങ്കിലും ഫോർ ദ ഹോൾ ഇയർ ആ സാലറി അതേ സാലറി തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ജാനുവരി 1 അല്ലെങ്കിൽ ജാനുവരി 31 നമ്മൾ എത്രയാണ് സാലറി പ്രൊവൈഡ് ചെയ്തത് ഒരു എംപ്ലോയിക്ക്, അതേ സാലറി തന്നെയാണ് നമ്മൾ ഡിസംബർ 31 നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ദർ വോണ്ട് ബി മച്ച് ചേഞ്ച്. അല്ലെങ്കിൽ റെൻറ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഫിക്സഡ് കോസ്റ്റിൽ വരുന്ന എക്സാമ്പിൾ. അപ്പോൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അതേപോലെ തന്നെ ഇഫ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ലെങ്കിൽ EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താലും മതി. അപ്പോൾ രണ്ട് ഫോർമുല, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും, അതേപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വേണമെങ്കിൽ കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് ചെയ്താലും വി ക്യാൻ ഗെറ്റ് ദി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. നമ്മൾ ഇതിൻ്റെ സ്ട്രക്ചർ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. If the contribution exceeds fixed cost, then the operating leverage is favorable, and when the fixed cost exceeds contribution, the operating leverage is unfavorable. എപ്പോഴൊക്കെയാണ് കോൺട്രിബ്യൂഷൻ ഈസ് ഹയർ ദാൻ ഫിക്സഡ് കോസ്റ്റ്, അതായത് എപ്പോഴാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് നമ്മുടെ സെയിൽസിൽ നിന്ന് ഈ പറഞ്ഞ കോസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പ്രോഫിറ്റാണ് ലഭിക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോൺട്രിബ്യൂഷൻ ഹയർ ദാൻ ഫിക്സഡ് കോസ്റ്റ് വരുന്നത്, ദെൻ ഇറ്റ് ഈസ് സെറ്റ് ടു ബി എ ഫേവറബിൾ ഫിനാൻഷ്യൽ ലെവറേജ്. ഫേവറബിൾ ഓപ്പറേറ്റിംഗ് ലെവറേജ്. ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അടുത്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. DOL ഈക്വൽസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ. അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജിൽ സെയിൽസിൽ എത്ര ചേഞ്ചസ് വരുന്നു, ഈ ഒരു 2019 എത്രയായിരുന്നു നമ്മുടെ സെയിൽസും 2020 നമുക്ക് എത്രയാണ് സെയിൽസ് വന്നത്, ആ ഒരു പെർസെൻറ്റേജ് ചേഞ്ച് അതെങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ അഫക്റ്റ് ചെയ്തിട്ടുള്ളത്, ഇതാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് നമ്മൾ പഠിക്കുന്നത്. Therefore DOL is equal to percentage change in EBIT divided by percentage change in sales. അതല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ചെയ്താൽ നമുക്ക് DOL നമുക്ക് ലഭിക്കും, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ്. അപ്പോൾ നമുക്കിത് ബേസ് ചെയ്തിട്ട് ഓപ്പറേറ്റിംഗ് ലെവറേജ് ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. അതിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ കാൽക്കുലേഷനും വരുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. An organization sell 80,000 units of a product. The selling price per unit is 8 and the variable cost per unit is 2. Fixed cost for the year amount to 3,30,000. Calculate operating leverage if it sell 96,000, 64,000 units. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോർമലി ഓർഗനൈസേഷൻ സെയിൽ നടത്തുന്നത് 80,000 യൂണിറ്റ്സ് ആണ്. സെല്ലിംഗ് പ്രൈസ് വരുന്നത് ഒരു യൂണിറ്റിന് 8 രൂപ വീതം. അത് വേരിയബിൾ കോസ്റ്റ് സെയിൽസ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു യൂണിറ്റിന് 2 രൂപ വീതമാണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. ഫിക്സഡ് കോസ്റ്റ് വരുന്നത് 3,30,000 ആണ്. ഓപ്പറേറ്റിംഗ് ലെവറേജ് കാൽക്കുലേഷനാണ്. നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലെവറേജ് കാൽക്കുലേഷനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 96,000 യൂണിറ്റ്സ് ആണ് സെയിൽ നടത്തുന്നതെങ്കിൽ, അതേപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ 64,000 യൂണിറ്റ്സ് ആണ് സെയിൽ നടത്തുന്നതെങ്കിൽ. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യാണ് ഇതിൽ കണ്ടുപിടിക്കാനുള്ളത്. 1, when operating leverage when sales are 80,000, 96,000 and 64,000. സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് ലെവറേജ് ഫോർമുല നമുക്കറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT. Therefore we need to calculate contribution, that is sales minus variable cost, and EBIT sales contribution minus fixed cost. അപ്പോൾ നമുക്ക് സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട് 80,000 യൂണിറ്റ്സ് ആണ്, വേറെ ഒരു യൂണിറ്റിന് 8 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ 80,000 × 8 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6,40,000 is the sales. നമുക്കിപ്പോൾ ആദ്യത്തെ ഇതിൽ 80,000 മാത്രം 80,000 യൂണിറ്റ്സ് ആണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ അതിന് മാത്രമുള്ള ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ OL ഓപ്പറേറ്റിംഗ് ലെവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. Therefore സെയിൽസ് എന്ന് പറയുന്നത് 80,000 × 8 6,40,000. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ള വേരിയബിൾ കോസ്റ്റ് ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് കോൺട്രിബ്യൂഷൻ. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 80,000 × 2 ദാറ്റ് ഈസ് 1,60,000. 80,000 യൂണിറ്റ്സ് × 2 പെർ യൂണിറ്റ് ആണ് 1,60,000. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 4,80,000 ആണ് വരുന്നത്. അടുത്താണ് ഫിക്സഡ് കോസ്റ്റ് 3,30,000 ആണ്, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. Therefore ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതല്ലെങ്കിൽ EBIT ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഈസ് 1,50,000. 4,80,000 3,30,000. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ കുറയ്ക്കുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുന്നു, ദാറ്റ് ഈസ് 1,50,000. കോൺട്രിബ്യൂഷൻ കിട്ടി, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആവശ്യമുള്ള എമൗണ്ട് ഡിഗ്രീസ് എത്രയാണ് വരുന്നത് നമുക്ക് കിട്ടി. Therefore ഓപ്പറേറ്റിംഗ് ലെവറേജ് ഈക്വൽസ് 4,80,000 divided by 1,50,000, that is contribution divided by EBIT. Operating leverage for 80,000 units 3.2. അപ്പോൾ അടുത്തത് നമുക്ക് 96,000 അതേപോലെ തന്നെ 64,000 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ
എങ്ങനെയാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ് നമുക്ക് നോക്കാം. 96,000 സെയിൽസ് എന്ന് പറയുന്നത് 96,000 ഇൻറ്റു 8 ദാറ്റ് ഈസ് 7,68,000. വേരിയബിൾ കോസ്റ്റ് 2 പെർ യൂണിറ്റ് ആണ്, ദാറ്റ് ഈസ് 96,000 ഇൻറ്റു 2 ദാറ്റ് ഈസ് 1,92,000. കോൺട്രിബ്യൂഷൻ 5,76,000. ഫിക്സഡ് കോസ്റ്റ് 3,30,000 നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടുണ്ട്. Therefore the operating profit will be under 96,000 units 2,46,000. ഓപ്പറേറ്റിംഗ് ലെവറേജ് എന്ന് പറയുന്നത് 5,76,000 ഡിവൈഡഡ് ബൈ 2,46,000 ദാറ്റ് ഈസ് 2.34. ഇതേ സെയിം പാറ്റേൺ തന്നെയാണ് 64,000 യൂണിറ്റ്സിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. 64 ഇൻറ്റു 8 ടോട്ടൽ സെയിൽ വാല്യൂ ലഭിക്കാനായിട്ട് 64,000 യൂണിറ്റ്സ് ഇൻറ്റു 8 പെർ യൂണിറ്റ് ദാറ്റ് ഈസ് 5,12,000. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 64,000 യൂണിറ്റ്സ് ഇൻറ്റു 2 പെർ യൂണിറ്റ് ദാറ്റ് ഈസ് 1,28,000. കോൺട്രിബ്യൂഷൻ 3,84,000. ഫിക്സഡ് കോസ്റ്റ് 3,30,000. therefore ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ EBIT ഈക്വൽസ് 54,000. ഓപ്പറേറ്റിംഗ് ലിവറേജ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT 3,84,000 ഡിവൈഡഡ് ബൈ 54,000 ദാറ്റ് ഈസ് 7.1. ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേഷൻ ഇത്രയും സിമ്പിളാണ്. 7.1 64,000 യൂണിറ്റ്സിൽ, 96,000 യൂണിറ്റ്സിൽ 2.34 ആൻഡ് 80,000 യൂണിറ്റ്സിലാണെങ്കിൽ 3.2. ഇതാണ് ഓപ്പറേറ്റിംഗ് ലെവറേജ് പറയുന്നത്. ഇനി നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ബട്ട് എനിവേ നമുക്ക് അതുകൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. EBITൻ്റെ പെർസെൻറ്റേജ്, ദ ചേഞ്ചസ് ഇൻ EBIT ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതിൻ്റെ പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ സെയിൽസിൽ വരുന്ന ചേഞ്ചസിൽ വരുന്ന പെർസെൻറ്റേജ് എത്രയാണ്, ഇതിനോട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജിൻ്റെ കാൽക്കുലേഷന് വേണ്ടി പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലെവറേജ് കാൽക്കുലേഷന് വേണ്ടി നമ്മൾ 96,000 യൂണിറ്റ്സിൻ്റെയും 80,000 യൂണിറ്റ്സിൻ്റെയും ചേഞ്ചസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം ഫോർ എക്സാമ്പിൾ 2019 ഈ പറഞ്ഞ 80,000 യൂണിറ്റ്സ് നമുക്ക് സെയിൽ വന്നിരിക്കുന്നത്. 2020 ആയപ്പോൾ ഓർഗനൈസേഷന് സെയിൽ 96,000 യൂണിറ്റ്സാണ് ഓർഗനൈസേഷൻ്റെ സെയിൽ വരുന്നത്. അപ്പോൾ എത്രയാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത് 2019 2020 ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 80,000 യൂണിറ്റ്സും 96,000 യൂണിറ്റ്സായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എത്രയാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ വന്ന ചേഞ്ച്, അല്ലെങ്കിൽ എത്രയാണ് കോൺട്രിബ്യൂഷൻ വന്ന ചേഞ്ച്, അല്ലെങ്കിൽ എത്രയാണ് സെയിൽസിൽ വന്ന ചേഞ്ച് നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ചെയ്യുക. 2020 എത്രയാണ് വാല്യൂ നമുക്ക് ലഭിച്ചത്, അതിൽ നിന്ന് 2019 കുറയ്ക്കുകയും ഡിവൈഡഡ് ബൈ 2019 സെയിൽസ് ഇൻറ്റു 100. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT 96,000 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു 100. 2020 അതായത് 96,000 യൂണിറ്റ്സാണ് നമ്മൾ സെയിൽ നടത്തിയിരുന്നത്. അപ്പോൾ നമുക്ക് EBIT എത്ര ലഭിച്ചത് 2,46,000. അതേപോലെ 80,000 യൂണിറ്റ്സ് സെയിൽ വന്നിരുന്നപ്പോൾ നമുക്ക് എത്രയായിരുന്നു EBIT 1,50,000. therefore the change in EBIT എന്ന് പറയുന്നത് ആ 96,000 യൂണിറ്റ്സിൻ്റെ മൈനസ് 80,000 യൂണിറ്റ്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 2,46,000 മൈനസ് 1,50,000 ദാറ്റ് ഈസ് 96,000 ആണ് നമുക്ക് വന്ന ചേഞ്ച് EBITയിൽ. 80,000 യൂണിറ്റ്സ് സെയിൽ നടത്തിയിരുന്നപ്പോൾ EBITന്ന് 96,000 യൂണിറ്റ്സ് സെയിൽ നമ്മൾ നടത്തിയിരുന്നപ്പോൾ നമുക്ക് ലഭിക്കുന്ന EBITയിൽ വരുന്ന ചേഞ്ച് പറയുന്നത് 96,000 റുപ്പീസാണ്. ഓക്കെ, ഇനി അതിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് 96,000 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ എത്രയാണ് അതിൻ്റെ 100. ബേസ് ഇയറിൽ നമുക്ക് എത്രയാണെന്ന് നമുക്ക് വന്ന പ്രോഫിറ്റ് എത്രയാണ് അതിൻ്റെ 100 ചെയ്യുമ്പോഴല്ലേ നമുക്ക് എന്തായാലും എത്രയാണ് പെർസെൻറ്റേജ് ചേഞ്ച് വന്നു നമുക്ക് മനസ്സിലാക്കാം. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റെൻറ്റ് പേ ചെയ്യുകയാണ് 10,000 റുപ്പീസാണ് നമ്മുടെ റെൻറ്റ് വരുന്നത് ഒരു വീടിനുള്ള. അപ്പോൾ അത് അടുത്ത വർഷം ആകുമ്പോൾ അത് 12,000 റുപ്പീസാണ് റെൻറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയുടെ പെർസെൻറ്റേജ് ചേഞ്ചാണ് റെൻറ്റിൽ വന്നിട്ടില്ലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 12,000 മൈനസ് 10,000 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ റെൻറ്റ് എത്രയാണ് 12,000 മൈനസ് 10,000 ദാറ്റ് ഈസ് 2,000 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ റെൻറ്റ് എന്ന് പറഞ്ഞാൽ 10,000 റുപ്പീസിനാണ് ഇൻക്രീസ് വന്നിരിക്കുന്നത്. 2,000 ഡിവൈഡഡ് ബൈ 10,000 ഇൻറ്റു 100 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് ചേഞ്ച് ഉണ്ടായിട്ടുള്ള നമുക്ക് കൃത്യ എമൗണ്ട് നമുക്ക് കിട്ടും. അതേ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBITയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസിലും യൂസ് ചെയ്യുന്നത്. 96,000 യൂണിറ്റ്സ് സെയിൽ നടത്തിയിരുന്നപ്പോൾ നമുക്ക് കിട്ടിയ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് 80,000 ചേഞ്ച് വരുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതായത് 80,000 യൂണിറ്റ്സിൻ്റെ അതാണ് 96,000 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു 100 ചെയ്യുന്നത്
ദാറ്റ് ഇസ് 64,000 പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. അടുത്താണ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് നോക്കാം. 96,000-ഉം 80,000-ഉം സെയിൽ നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് എത്രയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? അത് പെർസെൻറ്റേജ് ശതമാനം. നമുക്ക് നോക്കാം. 96,000 യൂണിറ്റ്സിൽ നമ്മൾ സെയിൽ നടത്തിയപ്പോൾ നമുക്ക് വന്ന സെയിൽ വാല്യൂ എന്ന് പറയുന്നത് 7,68,000 ആണ്. ആൻഡ് 80,000 യൂണിറ്റ്സിലാണെങ്കിൽ നമുക്ക് വന്ന സെയിൽ വാല്യൂ 6,40,000 ആണ്. ദെയർഫോർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ എന്ന് പറയുന്നത് 7,68,000 മൈനസ് 6,40,000 ഡിവൈഡഡ് ബൈ 6,40,000 ഇൻറ്റു 100. അതാണ് 7,68,000 മൈനസ് 6,40,000 എന്നാണ് പറയുന്നത് 1,28,000 ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ചേഞ്ച്, ബേസ് ഇയർ സെയിൽസ് 6,40,000. 1,28,000 ഡിവൈഡഡ് ബൈ 6,40,000 എന്ന് പറയുന്നത് 20% ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT 64, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് 20%. Therefore ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത് 64 divided by 20, that is 3.2. Degree of operating leverage 3.2. If the degree of operating leverage is greater than 1, it is a favorable situation. എപ്പോഴാണ് നമുക്ക് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഗ്രേറ്റർ ദാൻ 1 നമുക്ക് ലഭിക്കുന്നത്? then it is a favorable situation. And if it is equal to 1, there is no profit, no loss. ബ്രേക്ക് ഇവൻ സിറ്റുവേഷൻ ആണ്. അപ്പോൾ എപ്പോഴാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഗ്രേറ്റർ ദാൻ 1 നമുക്ക് ലഭിക്കുന്നത്? It's a profitable, favorable situation. Whenever it is equal to 1, there is no profit, there is no loss. And whenever it is less than 1, ഒരു unfavorable അല്ലെങ്കിൽ loss incurring situation ആണ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞ ഫോർമുല കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽ. എത്ര ശതമാനമാണ് സെയിൽസിൽ ചേഞ്ച് വന്നിരിക്കുന്നതും എത്ര ശതമാനമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിലും ചേഞ്ച് വന്നിരിക്കുന്നത്, അത് അനാലിസിസ് നടത്തിയിട്ടാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇഫ് ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇസ് ഗ്രേറ്റർ ദാൻ 1, പ്രോഫിറ്റബിൾ ഫേവറബിൾ സിറ്റുവേഷൻ. ഈക്വൽ ടു 1 ആണെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1, ലോസ് ഇൻകറിങ് അല്ലെങ്കിൽ അൺഫേവറബിൾ സിറ്റുവേഷൻ നമുക്ക് പറയാം. താങ്ക് യു ഓൾ.